ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ രേവതി എന്ന നമ്മുടെ രണ്ടാമത്തെ മലയാളം ടാരറ്റ് റീഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. പ്രപഞ്ചശക്തി ഒരു അത്ഭുതം ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം നിങ്ങളെ സന്തോഷത്തിന്റെ വഴിത്തിരിവിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സത്യത്തിൽ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാകുമോ, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ആ ഒരു ഇത് ഇവിടെ ഉണ്ടോ എന്നുള്ളതും, അതുപോലെ നിങ്ങളിലേക്ക് അങ്ങനെ എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. എല്ലാ കാര്യവും ഈ പേഴ്സന്റെ എനർജിയിൽ കണക്ട് ചെയ്ത് എടുത്തിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സ്റ്റാർ ആൻസിസ്റ്റർ ആണ്. ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ എന്നാണ്. ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സന്റെ മനസ്സിൽ പൂർവികരാണ് പല സാഹചര്യങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ പൂർവികരാണ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടാകുമല്ലോ, അവരുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എന്ത് തീരുമാനമെടുക്കും, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊണ്ടുതരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആൻസിസ്റ്റേഴ്സ് ആണ്, പൂർവികരാണ്. അപ്പൊ പൂർവികരുടെ നല്ല രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ മനസ്സിൽ പൂർവികരുടെ സാന്നിധ്യം നല്ല രീതിയിലുണ്ട്. ഈ പേഴ്സന്റെ മനസ്സിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്തൊക്കെയാണോ ആ ഉത്തരങ്ങളെല്ലാം തന്നെ ആൻസിസ്റ്റേഴ്സ് ഈ വ്യക്തിക്ക് മനസ്സിലൂടെ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ ഒക്കെ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഉറപ്പായിട്ടും കാണുവാൻ കഴിയുന്നു. ആൻസിസ്റ്റേഴ്സിന്റെ വളരെയധികം സാന്നിധ്യവും അതുപോലെ ബ്ലെസ്സിങ്സും ആണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഫൈൻഡ് ബാലൻസസ് എന്നാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാര്യത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുക, ബ്രേസ്ലെറ്റ്സ്, ഇതുപോലെ ക്രിസ്റ്റൽസ്, ആത്മീയപരമായിട്ടുള്ള സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അതിലൂടെ നല്ല രീതിയിലുള്ള ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, അതായത് സ്വന്തമായിട്ടുള്ള എനർജി നല്ല രീതിയിൽ തന്നെ ഉണർത്തിയെടുത്തുകൊണ്ട് വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം, ഉച്ചാടനം, പ്രാർത്ഥനകൾ, ഓരോ പൂജ അല്ലെങ്കിൽ പുഷ്പാഞ്ജലി, ആ ഒരു രീതിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൈവത്തെ ഉപാസിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയായിട്ട് സംബന്ധിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നതും ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സന്റെ എനർജി നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചു വരുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്തു തുടങ്ങിയതായിട്ട് കാണപ്പെടുന്നു. അതായത് ഈ പേഴ്സന്റെ എനർജി ഉയർത്തിയെടുക്കാനും ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. അതുപോലെ ജേർണൽസ് എഴുതുന്നതാകാം, റെയ്ക്കി ഹീലിംഗ് ആകാം, കളർ തെറാപ്പി ആകാം, യോഗ മെഡിറ്റേഷൻ ആകാം, ചക്രാസ് ഹീലിംഗ് പ്രാക്ടീസസ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ ആഴ്ചകളായിട്ടോ മാസങ്ങളായിട്ടോ ഈ വ്യക്തിയുടെ മാനസികപരമായിട്ട് യാതൊരു തരത്തിലും ഒരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കുമല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനം പോയിട്ടുള്ള ഈ പേഴ്സൺ ഇപ്പോൾ സ്പിരിച്വൽ പരമായിട്ടുള്ള പ്രാക്ടീസസിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. ഇതും ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്നതാകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണിക്കുന്നു. അതുപോലെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ട്രസ്റ്റ് ആണ്. അതായത് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും വിശ്വാസം തന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും ഈ വ്യക്തിക്ക് വിശ്വാസമില്ല. തുടരെയുള്ള ജീവിതത്തിന്റെ പരാജയങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പ്രണയബന്ധം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടോ ആയിരിക്കാം.
അതായത് വിശ്വാസം വളരെയധികം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സാഹചര്യവും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിശ്വാസം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നു. അത് എന്തെങ്കിലും ഒരു വ്യക്തികൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യം കാരണമായിരിക്കാം, അല്ലെങ്കിൽ ദൈവം തോന്നിപ്പിച്ചതായിരിക്കാം, പ്രപഞ്ചശക്തിയുടെ സാന്നിധ്യം കൊണ്ടായിരിക്കാം, എന്തൊക്കെയോ എന്തുകൊണ്ടോ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് ഒരുപാട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ നമ്മളുടെ വിശ്വാസം ഇരട്ടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് സന്തോഷവും ഉണ്ടാകും, വിശ്വാസവും ഉണ്ടാകും, മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷയും ഉണ്ടാകും. അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ പൂമ്പാറ്റകളെ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതി സംബന്ധമായിട്ടുള്ള പ്രകൃതിയായിട്ട് തന്നെ എന്തെങ്കിലും ഈ പേഴ്സണ് ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പൂർവികരുടെ അനുഗ്രഹം തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ ഈ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കമ്പാനിയൻഷിപ്പാണ്. അതായത് പലപ്പോഴും ഈ പേഴ്സൺ ഒറ്റപ്പെട്ടിട്ടാണ് ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയും കൂടി പാർട്ട്ണറായിട്ട് വന്നാൽ മാത്രമേ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലേക്ക് ഈ വ്യക്തിക്ക് താല്പര്യമില്ലായിരുന്നു ആദ്യമൊക്കെ. അതായത് ഒരു പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ, സ്നേഹിക്കാൻ ഒരാൾ, പ്രണയമായിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, ആ ഒരു കാര്യത്തിനോടൊന്നും അത്രയും താല്പര്യം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഒരു കുടുംബ ജീവിതത്തിനോടോ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തിനോടോ ഈ പേഴ്സൺ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ എന്ന് പറയുന്നത് ഒരു കമ്പാനിയൻഷിപ്പ്, അതായത് ഒരുമിച്ച് ഒരാളും കൂടെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ്, എനിക്കൊരു ആശ്വാസമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിനോട്, ഒരു പാർട്ട്ണറായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിനോടും, ഒരു കുടുംബ ജീവിതമോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ ആ രീതിയിൽ ജീവിക്കുന്നതിനോട് ഈ പേഴ്സണ് വളരെയധികം താല്പര്യം തോന്നി തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നു. ആദ്യമൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സണോട് മാരേജിനെ കുറിച്ച് പറയുമ്പോഴോ ഒരുമിച്ചുള്ള ഒരു ലൈഫിനെ കുറിച്ച് പറയുമ്പോഴോ ഈ പേഴ്സൺ എന്തുകൊണ്ടോ അത്രയും പ്രാധാന്യം അതിന് തന്നിട്ടില്ലായിരിക്കാം, കൊടുത്തിട്ടില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അധികം സംസാരിച്ചിട്ടും ഇല്ലായിരിക്കാം. ഓക്കെ, എന്തും ആയിക്കോട്ടെ, ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം പാർട്ട്ണർഷിപ്പ്, കമ്പാനിയൻഷിപ്പിലേക്ക്, ഈ പേഴ്സൺ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ നേച്ചർ സയൻസ് ആണ്. പ്രകൃതി തന്നെ ഒരു ഒത്തിണങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് രണ്ട് ആനിമൽസിനെ കാണാം. ഇത് ഇണകളെയാണ് കാണിക്കുന്നത്, കപ്പിൾസ് ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ബട്ടർഫ്ലൈസിനെയും മനോഹരമായിട്ടുള്ള ഒരു മാലാഖയെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അടയാളങ്ങൾ ഈ വ്യക്തിയുടെ കൺമുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും രണ്ട് തത്തകള് എന്താ പറയാ, ഇണകളായിട്ട് രണ്ടു പേരായിട്ട് ട്വിന്നായിട്ട് പറന്നു പോകുന്നത്, അല്ലെങ്കിൽ പ്രാവുകൾ രണ്ടു പേരായിട്ട്, അതായത് ലവേഴ്സ് ആയിട്ടുള്ളത് ഒരുമിച്ച് പറന്നു പോകുന്നത്, തുമ്പികളാണെങ്കിലും രണ്ട് തുമ്പികൾ ഒരുമിച്ച് പറന്നു പോകുന്നത്, പിന്നെ മൈനകളെ ആണെങ്കിലും രണ്ട് മൈനകളെ ഒരുമിച്ച് കാണുന്നത്, ഇതൊക്കെ ഇങ്ങനത്തെ സൈനുകൾ. അപ്പൊ ഈ പേഴ്സൺ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ കാണുന്നത്, എനിക്ക് റിലേഷൻഷിപ്പിനോടോ കമ്മിറ്റ്മെന്റിനോടോ താല്പര്യമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത് എന്ന് ഈ പേഴ്സൺ ചിന്തിക്കും. പക്ഷെ പിന്നീട് ഇത് കണ്ട് ഈ പേഴ്സന്റെ ആ ഒരു എന്താ പറയാ, ഉപബോധ മനസ്സിൽ നിന്നും വരുന്ന ആ ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും ഇതെല്ലാം നിങ്ങളെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ്, നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഇത്രയും സൈനുകൾ, അടയാളങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പലപ്പോഴും ഈ പേഴ്സൺ ആരെക്കുറിച്ചും ചിന്തിക്കുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് പോലും പരിധി വിട്ട് ചിന്തിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം ഈ പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിപ്പിക്കുന്ന രീതിയിലോട്ടുള്ള സാഹചര്യങ്ങൾ ഓരോന്നായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാന പങ്ക് പൂർവികരും നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും പ്രപഞ്ചശക്തിയുടെ ഇടപെടലുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ചുറ്റിനുമുള്ള അന്തരീക്ഷവും നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ പ്രഷ്യസ് ടൈമാണ്. ഇവിടെ ഈ വ്യക്തി പല കാര്യങ്ങൾക്കും അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന രീതി വളരെയധികം കുറവാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ഇതിന്റെ ഭാവി കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒന്നും തന്നെ ഈ പേഴ്സൺ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയോ അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ര വലിയ കാര്യമല്ല, അല്ലെങ്കിൽ ഒട്ടും തന്നെ വളരെ കെയർലെസ്നെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് സ്വന്തം കാര്യങ്ങൾ പോലും മര്യാദക്ക് നോക്കാനും ശ്രദ്ധിക്കാനും പറ്റാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനോ നിങ്ങളുടേത് മാത്രമാകാനോ ഈ പേഴ്സൺ അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിട്ടില്ല, അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രഷ്യസ് ടൈം, ആ ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇംപ്രഷൻ തോന്നിക്കും, ഈ പേഴ്സണോട് ഇഷ്ടം തോന്നിക്കും, ആ ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് തന്നെ വിലയിരുത്തുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ യൂണിവേഴ്സ് ഈ പേഴ്സണിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഒരു മിറാക്കിളായിട്ട്, അത് ഓൾറെഡി പ്രവർത്തിച്ചു കഴിഞ്ഞതാകാം, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഒരു മിറാക്കിളും കൂടിയായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലൂസ് ഇന്ന് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.